നമസ്കാരം, ഇത് രാജീവാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഗുരുകുലമാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. പലപ്പോഴും കുട്ടികൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ടാകാറുണ്ട്. കമ്പനി സെക്രട്ടറി ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകട്ടെ, CMA ആവട്ടെ, അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ കുട്ടികൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ടാകാറുണ്ട്. സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് പലപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അജ്ഞത കൊണ്ടാണ്. അത് പല ഇൻഫ്ലുവൻസും ഞാൻ അങ്ങനെ പറയാൻ തെറ്റിദ്ധരിക്കരുത്. കാരണം പലപ്പോഴും ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൊസൈറ്റി, ഈ സമൂഹം, അവർക്കറിയുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് അവർ ഈ കുട്ടികളുടെ സ്വപ്നങ്ങളുടെ മുകളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നത്. ഉദാഹരണം, ഇപ്പോൾ ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി തീരുമാനിക്കുകയാണ്, +2 കഴിഞ്ഞ് തീരുമാനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിലേക്ക് അവർ ആദ്യം ഇട്ടുകൊടുക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ എന്താകും എന്നുള്ളതാണ്. ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ എന്താകും? അപ്പോൾ അവർ കുട്ടികൾ ചോദിക്കും, സാർ ഈ കോഴ്സ്, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ അമ്മാവ, ഈ കോഴ്സ് ഭയങ്കര വലിയ കോഴ്സല്ലേ, ഇത് പാസ്സായി കഴിഞ്ഞാൽ PG ആയിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഡിഗ്രി എന്നതാണ് ഇത് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടുകൂടി അവർ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഈ ഉത്തരമാണ് ആക്ച്വലി ഈ സ്വപ്നങ്ങളുടെ മുകളിൽ അടിക്കുന്ന അവസാന താണിക്കൽ എന്ന് പറയുന്നത്. അവരോട് ചോദിക്കുന്നത് എന്താണ്? എത്രയാണ് ഈ കോഴ്സിൻ്റെ പാസ് പെർസെൻറ്റേജ്? ഇത്രയും കുറച്ചു കുട്ടികൾ മാത്രം പാസ്സാകുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ട്, ഒരു ഡിഗ്രി പോലും ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്താകും? ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു സാധാരണ കുട്ടിക്കോ അല്ലെങ്കിൽ സാധാരണ പേരൻസിനോ ഇതിൽ നിന്ന് രക്ഷപ്പെടുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. +2 കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി, അവരുടെ ഒരു ഫാമിലി, ആ കുട്ടി വളരെ വലിയ സ്വപ്നം കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം, ഒരു കമ്പനി സെക്രട്ടറി ആകണം എന്നാൽ ഞാൻ ഇപ്പം തന്നെ പഠിത്തം തുടങ്ങാം, എന്തിനാ ഞാൻ ഡിഗ്രി കഴിയുന്നവരെ 3-4 വർഷം വെയിറ്റ് ചെയ്യുന്നത്, ഇപ്പം തന്നെ തുടങ്ങിക്കളയാം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ആ കുട്ടിയുടെ മുകളിലേക്കാണ് ഈ ചോദ്യങ്ങൾ ഇടുന്നത്. 99% കുട്ടികളും ഈ ചോദ്യത്തോടു കൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കും. എന്നാൽ 1% കുട്ടികൾ തിരിച്ചു ചോദിക്കും, സാർ, അല്ലെങ്കിൽ അങ്കിളെ, അല്ലെങ്കിൽ ചേട്ടാ, ഞാൻ ജയിക്കും. ഉടനെ ആ ചേട്ടൻ്റെ അവസാനത്തെ ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരത്തോടു കൂടി ആ കുട്ടി അവസാനിച്ചു. ആ ഉത്തരം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കെന്ത് ലോകമറിയാം. എനിക്കറിയുന്ന എത്രയോ പേര് ഈ കോഴ്സ് CA ആവട്ടെ, CS ആവട്ടെ, ഇങ്ങനത്തെ കോഴ്സുകൾ പഠിച്ചിട്ട് പാസ്സാക്കാതെ ഇട്ടു വീണ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ചോദിച്ചത്, അല്ലാതെ ടെൻഷൻഡ് ആയിട്ടല്ല. ആ 1% കുട്ടിയും എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ഒരു ഡിഗ്രി കിട്ടുന്നതിന് വേണ്ടി 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ ഡിഗ്രിക്ക് ശേഷം വരികയാണെങ്കിൽ സെയിം പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു എൻട്രൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ യൂഷ്വലി ഒരു 3 വർഷം കൊണ്ട് എടുക്കാവുന്ന ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് 100% കമ്പനി സെക്രട്ടറി പഠിക്കണമെന്ന കുട്ടി ഈ സാമൂഹിക ഉപദേശങ്ങൾ കൊണ്ട് ഡിഗ്രി കഴിഞ്ഞത് പഠിക്കുകയാണെങ്കിൽ 3 വർഷം 7 വർഷമായിട്ട് മാറുന്നു. 18 വയസ്സിൽ ഡിഗ്രി കഴിയേണ്ട കുട്ടി, അല്ലെങ്കിൽ 19 വയസ്സിൽ ഡിഗ്രി കഴിയേണ്ട കുട്ടി, അല്ലെങ്കിൽ 20 വയസ്സിൽ ഡിഗ്രി കഴിയേണ്ട കുട്ടി, അതും കൂടെ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടേ കമ്പനി സെക്രട്ടറി ആവത്തുള്ളൂ. ഇത് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഇത് ആ കുട്ടിയുടെയും പാരൻസിൻ്റെയും തീരുമാനത്തിനെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ആചാരപ്രകാരം ഒരു ഡിഗ്രി എന്നുള്ളത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് ആയിരുന്നു ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. 10 പാസ്സാവണ്ടേ? പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഡിഗ്രി പാസ്സായിട്ടുണ്ടോ? ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ പോരാ. ഇങ്ങനൊരു ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലൈക്ക് മൈൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്നുകൊണ്ട്
ഒരു പുതിയ സിസ്റ്റം ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പഠിക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സിനോടൊപ്പം തന്നെ 70% ട്യൂഷൻ ഫീസിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ഗ്രാജുവേഷൻ, റെഗുലർ ബികോം നമ്മൾ കൊടുക്കുന്നു. ബികോം പ്രൊഫഷണൽ എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ബികോം സ്ട്രീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ അവസരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കോഴിക്കോട് സർവകലാശാലയുടെ റെഗുലർ കറസ്പോണ്ടൻസ് അല്ല, റെഗുലർ ബികോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതും ട്യൂഷൻ ഫീസിന്റെ 70% ഡിസ്കൗണ്ടോടുകൂടി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതിന് തുല്യമാണ്. വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിലയില്ല, വാല്യൂ ഇല്ല. +2 കഴിഞ്ഞ് നിങ്ങൾ കമ്പനി സെക്രട്ടറി പഠിക്കാൻ താല്പര്യപ്പെടുന്നു, എന്നാൽ അതിനോടൊപ്പം ഒരു ഗ്രാജുവേഷൻ കിട്ടാത്തതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് എങ്കിൽ, ആ ആചാരത്തിനെ നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് പോകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, നിങ്ങൾ ആ ഡിഗ്രിയോടൊപ്പം കമ്പനി സെക്രട്ടറി പഠിക്കും. ഐ വിൽ പ്രൊവൈഡ് യു ദ ഓപ്പർച്യൂണിറ്റി. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ CS എക്സിക്യൂട്ടീവിന്റെ ജൂൺ 2025 ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓഫ്ലൈൻ ഓൺലൈൻ സ്റ്റുഡൻസിനുള്ള ഓഫറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ബികോം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ട്യൂഷൻ ഫീസിൽ 70% ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ചേർന്ന് തരുന്ന ഒരു ഓഫറാണ്. ഈ സ്കോളർഷിപ്പ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ കൂടെ ബികോമിന് പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങളുടെ കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയാണെങ്കിൽ, അത് 4 വർഷം ചെയ്യാം 4 വർഷം കഴിഞ്ഞ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഡിഗ്രി എടുത്തതിന് ശേഷമാകാം എന്നതാണ് നിങ്ങളുടെ കാരണമെങ്കിൽ, നിങ്ങൾ ഡിലേ ചെയ്യേണ്ട. കാരണം ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഒരു കമ്പനി സെക്രട്ടറി ആയി കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ബികോം കഴിയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ കമ്പനി സെക്രട്ടറി ആകാൻ സാധിക്കും. ഒരേ സമയം ഒരു റെഗുലർ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷനും അതിനോടൊപ്പം തന്നെ ബികോമും. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. Regular BCom with company secretaryship possible at Artha Institute of Management, both online and offline students. ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഫോർ 2025 ജൂൺ ബാച്ചിന് നമ്മളിത് ആൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്, ആൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് ഇവിടെ താമസ സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് താമസ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ ഒന്നാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ആഗ്രഹം ഒരു കമ്പനി സെക്രട്ടറി ആകലാണെങ്കിൽ, ഡിഗ്രി ഇല്ലായക നാളെ ബുദ്ധിമുട്ടാകുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ വരിക. വി ആർ റെഡി ടു ഹെൽപ്പ് യു അറ്റ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ബോത്ത് ആർ അവൈലബിൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾ അറിയുന്ന കുട്ടികൾക്കെല്ലാം ഇത് ഷെയർ ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.